ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ കാര്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഉപഭോക്തൃ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. കേരള സർക്കാർ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ കാര്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബോധ്യം 2026 സേഫ് പ്രോഡക്ട്സ് കോൺഫിഡന്റ് കൺസ്യൂമേഴ്സ് എന്ന പേരിൽ ദ്വിദിന ഉപഭോക്തൃ കാര്യശില്പശാല തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഹോട്ടൽ SP ഗ്രാൻഡ് ഡേയ്സിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ കാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 വ്യവസ്ഥകളും അതുമായി ബന്ധപ്പെട്ട് വകുപ്പിന്റെ റോളുകളും വോളണ്ടറി കൺസ്യൂമർ ഓർഗനൈസേഷനുകളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉപഭോക്തൃ ശാക്തീകരണം, സ്കൂൾ കൺസ്യൂമർ ക്ലബ്ബുകളുടെ മാർഗരേഖ പരിഷ്കരണം, സ്കൂൾ പാഠ്യപദ്ധതിയുമായി ചേർന്ന് പോകത്തക്ക രീതിയിൽ വരും അധ്യയന വർഷങ്ങളിൽ സ്കൂൾ കൺസ്യൂമർ ക്ലബ്ബുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളുടെ കരട് രേഖ തയ്യാറാക്കൽ, അടുത്ത ഒരു വർഷം ഓരോ ജില്ലകളിലും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഉപഭോക്തൃ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ കരട് കർമ്മ പദ്ധതി തയ്യാറാക്കൽ തുടങ്ങിയവയാണ് ശില്പശാലയിലെ വിവിധ സെഷനുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശില്പശാലയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, താലൂക്ക് സപ്ലൈ ഓഫീസർമാർ, ഉപഭോക്തൃ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സന്നിധരായിരുന്നു. വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകളും നയിച്ചു. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഡിസ്ട്രിക്ട് കളക്ടറേറ്റിൽ ഈ പറയുന്ന CCP അനുസരിച്ചുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ പരാതി കൊടുക്കാം, അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താം, തെറ്റിദ്ധരിപ്പിക്കണോ പരസ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ അധികാരമുണ്ട്. 10 ലക്ഷം രൂപ വരെ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.